നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വിലക്കുറവിൽ കിട്ടുന്ന ഏതാനും ETF-കളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് ആദ്യം തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കറിയാം. നിഫ്റ്റി ഓൾ ടൈം ഹൈ എത്രയായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്? 26,300 എന്ന് പറഞ്ഞ റീജിയൻ ആണ്. ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്? 25,600 എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പൊ അപ്രോക്സിമേറ്റ് ഒരു 700 പോയിന്റ് താഴെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു 2-3% താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3% താഴെ നിഫ്റ്റി നിൽക്കുന്ന സമയത്ത് നമുക്ക് 10-15%, 20% വരെ താഴെ നിൽക്കുന്ന ETF-കൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിലക്കുറവിലുള്ള ETF-കൾ കിട്ടുന്നുണ്ട്. അപ്പം ക്വാളിറ്റി ഉള്ളിടത്ത് നമുക്ക് വിലക്കുറവ് കണ്ട് നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പൊ നമുക്ക് മുമ്പോട്ട് പോയി 1 by 1 ആയിട്ട് ഓരോ ETF-കളും കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഒന്നാമത്തെ ETF ഏതാണ്? ഒരു ഹൈബ്രിഡ് ETF ആണ്. ആൽഫ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് ETF ആണ്. അപ്പൊ നല്ല ആൽഫ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളെ എല്ലാം പിടിച്ചാണ് ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ ETF ബാസ്കറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 60 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 40 എന്ന് പറഞ്ഞ ലോ ഈ ഒരു അടുത്ത കാലത്ത് ക്രിയേറ്റ് ചെയ്തു 2025. അതിനുശേഷം ഇപ്പൊ 48-ലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു 12 രൂപ ഡിപ്പ്. ഇൻ കേസ് ഇവിടെ നിന്ന് ഇനി അപ്സൈഡ് മൊമെന്റം ഒരു 2-3 മാസം കണ്ട് മുകളിൽ വന്നു കഴിഞ്ഞാലും, 1 വർഷം കണ്ട് മുകളിൽ വന്നു കഴിഞ്ഞാലും നമുക്കൊരു 12 രൂപ മുകളിലേക്കുള്ള മൂവ്മെന്റ് ഓൾ ടൈം ഹൈ വരെയെങ്കിലും നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അവിടെ എത്രയാണ്? നമുക്കൊരു 20-25% പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു 60 എന്നുള്ള റീജിയണിൽ നമുക്ക് എക്സിറ്റ് ആവാം. ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഇൻ കേസ് ഇത് താഴോട്ടാണ് പോരുന്നെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്ത് വീണ്ടും നമുക്ക് ചെറിയ ആവറേജിങ്ങുകൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ETF-കളിൽ എൻട്രി എടുത്ത് പതുക്കെ പ്രോഫിറ്റ് എടുക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ETF ആണ് സ്മോൾ ക്യാപ് ETF. അപ്പൊ ഇവിടെ എന്താണ്? സ്മോൾ ക്യാപ് കമ്പനികളെ എല്ലാം പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബാസ്കറ്റ് ആണ് സ്മോൾ ക്യാപ് ETF. അപ്പൊ ഇങ്ങനെയുള്ള ETF 55 എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അപ്രോക്സിമേറ്റ് ഒരു 37 എന്നുള്ള റീജിയനിലേക്ക് വന്നിരുന്നു. ഇപ്പൊ 45-ലാണ് നിൽക്കുന്നത്. ഈ ഒരു 45-ൽ നിന്നാണെങ്കിൽ 55-ലേക്ക് ഒരു 10 രൂപയുടെ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 20-25% മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 1 ഇയർ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാലും വളരെ നല്ല കാര്യമാണ്. ഇൻ കേസ് ഇനിയും താഴോട്ടാണ് പോരുന്നെങ്കിൽ നമുക്ക് വീണ്ടും ആവറേജ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു 37 എന്നുള്ള റീജിയൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു റീജിയൻ ഒന്ന് സപ്പോർട്ട് എടുത്ത റീജിയൻ ആണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് റീജിയനിൽ വീണ്ടും 37-38 എന്നുള്ള സോണിലേക്ക് വരുമ്പോഴത്തേനും വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു ബയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെയും നമുക്ക് ഡിപ്പ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിടക്കുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ETF ഏതാണ്? NV20 I ETF. ICICIയുടെ നിഫ്റ്റിയിലെ 20-20 വാല്യൂ ബേസ്ഡ് കമ്പനീസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഈ ഒരു ETF-ന്റെ ഓൾ ടൈം ഹൈ നമുക്ക് 17 ആയിരുന്നു വന്നത്. ഇപ്പൊ 14 രൂപ 64 പൈസയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് സപ്പോർട്ട് റീജിയൻ കാണാൻ സാധിക്കും 13.5 എന്നുള്ള സപ്പോർട്ട് റീജിയൻ. ഇൻ കേസ് ഇനി താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് 13.5-ൽ വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ അങ്ങനെയുള്ള സോണിൽ വീണ്ടും പതുക്കെ ആവറേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ഇൻ കേസ് മുകളിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ഒരു 2.5 രൂപ മുകളിലേക്ക് പോയി കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് റൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇവിടെ എന്താണ്? ബിഗിനേഴ്സിന് ക്വാളിറ്റി ഉള്ള അസറ്റില് ഡിപ്പ് നോക്കി വാല്യുബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. അവിടെ കോൺടാക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു.